മാഷിൻ്റെ സ്വന്തം അപ്പു. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 34. നന്ദന്റെ കാർ പുറത്തേക്കിറങ്ങിയതും രാധ രഘുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. കേട്ടില്ലേ മോള് പറഞ്ഞത് മുഴുവൻ? ഒരുത്തന് മനസ്സ് കൊടുത്ത് മറ്റൊരുത്തൻ്റെ കൂടെ. ബാക്കി പറയുന്നതിനു മുമ്പേ അവർ പൊട്ടിക്കരഞ്ഞു. എന്തിനായിരുന്നു രഘുവേട്ട നമ്മുടെ അപ്പുവിനോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തത്? 6 മാസക്കാലം നീണ്ടുനിന്ന അവളുടെ ദാമ്പത്യത്തിന് വേണ്ടിയോ? ഇതിലും ഭേദം നിങ്ങൾക്ക് അവളെ അന്നേ കൊല്ലാമായിരുന്നില്ലേ? ഇങ്ങനെ കൊല്ലാതെ കൊല്ലണമായിരുന്നോ? നിങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടി എന്തിനാണ് ആ പാവങ്ങളെ ഇതിലേക്ക് വലിച്ചിഴച്ചത്? വിതയ്ക്കുന്നതേ കൊയ്യൂ രഘുവേട്ട. നിങ്ങളാണ് ഇത് വിതച്ചത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇതൊക്കെ കാണണം. അപ്പു മുറിയിലേക്ക് ചെന്ന് കുഞ്ഞാപ്പുവിനെ മാറോട് ചേർത്ത് പിടിച്ചു. അവൻ പാലിന് വേണ്ടി പരതുന്നുണ്ടായിരുന്നു. അവൾ കുഞ്ഞിന് മാറു ചുരത്തി കൊടുത്തു. അവൻ ആർത്തിയോടുകൂടി പാല് വലിച്ചു കുടിച്ചു. വലതുകായിൽ ഉയർത്തി അപ്പുവിൻ്റെ വയറിലേക്ക് വെച്ചു. വലത് കൈകൊണ്ട് അവളുടെ മാറിലും മുഖത്തും പതിയെ അടിച്ചുകൊണ്ടേയിരുന്നു. കുഞ്ഞാപ്പുവിൻ്റെ കൈകൾ അവൾ ചുണ്ടോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കളിച്ചിരികൾ നോക്കിക്കിടന്നു. അമ്മയ്ക്ക് കുഞ്ഞാപ്പു മാത്രം മതി, നമുക്കിടയിൽ ഇനി ആരും വേണ്ട. അവൾ കുഞ്ഞിൻ്റെ നെറുകയിൽ അമർത്തി ചുംബിച്ചു. കുഞ്ഞാപ്പു ഉറങ്ങിയതും അപ്പു അവനെ ബെഡിൽ കിടത്തി പില്ലോ എടുത്തു വെച്ചു. എഴുന്നേറ്റവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. നന്ദൻ്റെ ഒപ്പം കുഞ്ഞാപ്പു എത്ര പെട്ടെന്നാണ് അടുത്തത്. അവരുടെ രണ്ടുപേരുടെയും ഇടപെടലുകൾ കണ്ടാൽ നേരത്തെ അറിയാമെന്ന് തോന്നും. നന്ദനോട് പറഞ്ഞതൊക്കെ ഓർത്തപ്പോൾ അപ്പുവിന് അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തൂകി. ഒന്ന് തളർന്നപ്പോൾ ആദ്യം തിരഞ്ഞ മുഖം അതായിരുന്നു, ഒരു താങ്ങിന് വേണ്ടി. പക്ഷെ അന്നൊന്നും ഈ ഒരു സമാധാനം പറയാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഇനിയും ആരും വേണ്ട. ഈ ജീവിതത്തിൽ ഞാനും എൻ്റെ കുഞ്ഞാപ്പുവും മാത്രം മതി. ഞങ്ങൾക്കിടയിൽ ആരും വേണ്ട. അപ്പു കണ്ണുകൾ ഇറുകി അടയ്ക്കുമ്പോൾ മുന്നിൽ കുനിഞ്ഞ മുഖവും നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന നന്ദൻ്റെ രൂപമായിരുന്നു. വീടെത്തിയതും നന്ദൻ ആരോടും ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. നനഞ്ഞ ഡ്രസ്സ് മാറാൻ പോലും നിൽക്കാതെ അവൻ കിടക്കയിലേക്ക് വീണു. അപ്പു പറഞ്ഞ ഓരോ വാക്കുകളും അവനെ അത്രമേൽ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. അവൾ അനുഭവിച്ച വേദന മുഴുവനും വാക്കുകളിൽ നിറഞ്ഞിരുന്നു. ആരോടും പറയാതെ മനസ്സിൽ ഒളിപ്പിച്ചത് മുഴുവൻ ഇന്ന് പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. അവളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രകാശം കടന്നു വരില്ലേ? ഓരോ ചിന്തകൾ നന്ദനെ മതിച്ചുകൊണ്ടിരുന്നു. വിഷ്ണു അപ്പോഴേക്കും നന്ദൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അവൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു. അവളുടെ സങ്കടം കൊണ്ടല്ലേടാ അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാടാ നിൻ്റെ അപ്പുവിനെ മനസ്സിലാക്കാൻ? ഇത്രയും നാളും ആരോടും പറയാതെ പിടിച്ചു വെച്ചിരുന്നതൊക്കെ നിന്നെ കണ്ടപ്പോൾ അണമുറിഞ്ഞൊഴുകിപ്പോയി. ഇത്രയെങ്കിലുമൊക്കെ അവൾ പറയണ്ടേടാ. നീ നന്നായി റെസ്റ്റ് എടുക്ക്, ഞാൻ നാളെ വരാം. വിഷ്ണു മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അന്നത്തെ ദിവസം നന്ദൻ താഴേക്ക് വന്നതേയില്ല. ഭാർഗവനും സൗദാമിനിയും അവനോട് ഒന്നും ചോദിക്കാനും നിന്നില്ല. ഓരോന്ന് ചോദിച്ച് അവനെ വെറുതെ വിഷമിപ്പിക്കേണ്ടെന്ന് രണ്ടുപേരും തീരുമാനിച്ചു. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഭാർഗവൻ സൗദാമിനിയെ അറിയിച്ചിരുന്നു. എല്ലാം കേട്ടുകൊണ്ട് സൗദാമിനിയും കണ്ണുനീർ പൊഴിച്ചു. പിറ്റേന്ന് രാവിലെ നന്ദൻ ബൈക്കുമെടുത്ത് വീടിന് പുറത്തേക്കിറങ്ങി. ഒരല്പം മുന്നോട്ട് പോയി കവലയിലേക്ക് തിരിയുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു വിളി കേട്ടത്. നന്ദൻ ബൈക്ക് സൈഡിലാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ രഘുവാണ്. രഘുവിൻ്റെ ബൈക്ക് നന്ദൻ്റെ അടുത്തായി വന്നു നിന്നു. മാഷിനോട് ഒരല്പം സംസാരിക്കാനുണ്ട്. നന്ദൻ ഒന്നും മിണ്ടാതെ അല്പനേരം നിന്നു. പിന്നെ രഘുവും നന്ദനും കൂടി ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് നീങ്ങി നിന്നു. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് രഘുവിന് ഒരു നിശ്ചയവുമില്ലായിരുന്നു. അപ്പുവിൻ്റെ അച്ഛൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഒരിക്കൽ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. അന്ന് നിങ്ങളെ എതിർത്ത് എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ അപ്പുവിൻ്റെ ജീവിതം ഇങ്ങനെ ആകുമായിരുന്നില്ല. നിങ്ങളിലെ അച്ഛനെ ഞാൻ ബഹുമാനിച്ചു. ഒരു മകളെ വളർത്തി വലുതാക്കുമ്പോൾ നിങ്ങൾ അവളിൽ അർപ്പിക്കുന്ന പ്രതീക്ഷയും സ്വപ്നങ്ങളെയും മാനിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. എൻ്റെ മുമ്പിൽ നിന്ന് അവൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞ്. അന്ന് ഞാൻ എൻ്റെ മനസ്സിനെ കല്ലാക്കി പ്രാണൻ പകുത്തു നൽകിയതാണ്. ഇന്ന് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് കണ്ടില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ആരുടെ വാക്കും കേൾക്കാൻ ഇനി ഞാൻ തയ്യാറല്ല. പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് നന്ദൻ ബൈക്കുമെടുത്ത് പോയി. കുഞ്ഞാപ്പുവിനെ മടിയിൽ ചേർത്ത് പിടിച്ച് അപ്പു അങ്ങനെ ഇരുന്നു. ഇന്നലെ മുതൽ അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരേ ആലോചനയിലാണ്. ഇടയ്ക്കിടയ്ക്ക് നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട്. അപ്പുവിൻ്റെ കൈകളിൽ ഇരുന്ന് കുഞ്ഞാപ്പു ഉറങ്ങിപ്പോയി.
അവൾ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി. അപ്പോൾ എഴുന്നേറ്റ് അലമാരി തുറന്നു ബാഗെടുത്ത് അതിൽ നിന്നും മൊബൈൽ എടുത്ത് ഓൺ ചെയ്തു. നന്ദനും അപ്പുവും ചേർന്നെടുത്ത ഫോട്ടോസിലൂടെ വിരളോടിച്ചു. കണ്ണുകളിലെ കുസൃതിയും ചുണ്ടിലെ പുഞ്ചിരിയും. എവിടെയോ പോയി മറഞ്ഞില്ലേ? ഇപ്പോൾ ആ മുഖത്ത് കുറ്റബോധമാണ്. തെറ്റ് ചെയ്ത കുട്ടിയുടെ ഭാവം. എന്നോട് ക്ഷമിക്കും മാഷേ, അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. സഹിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നാണ് റൂമിലേക്ക് സിമി കയറി വന്നത്. അപ്പുക്കിളി മോളെ. അപ്പു കരച്ചിലോടുകൂടി സിമിയെ കെട്ടിപ്പിടിച്ചു. കണ്ടില്ലേ സിമി, എൻ്റെ നന്ദേട്ടനെ അപ്പുവിനെ കാണാൻ വന്നത്. പക്ഷേ അപ്പുവിനി ആ സ്നേഹത്തിനുള്ള യോഗ്യതയില്ല സിമി. അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു. സിമി അപ്പുവിൻ്റെ അടുത്തിരുന്ന് അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെയൊന്നും നീ പറയരുത്. നിന്റെ മനസ്സിൽ ഇപ്പോഴും മാഷ് മാത്രമേ ഉള്ളൂ. 1-2 തവണ കണ്ട കുഞ്ഞാപ്പൂവിനോട് പോലും മാഷിനുള്ള സ്നേഹം. ചില ബന്ധങ്ങൾ അങ്ങനെയാണപ്പൂ, ആത്മാവിൽ തൊട്ടതായിരിക്കും. ആ സ്നേഹം നീ കണ്ടില്ലെന്ന് നടിക്കരുത്. നീയും മാഷും കുഞ്ഞാപ്പൂവും നിങ്ങൾ. ഇല്ല സുമി, ഇല്ല. അവൾ ചെവികൾ പൊത്തിപ്പിടിച്ചു. ഞാനും എൻ്റെ കുഞ്ഞാപ്പൂവും മതി. അതിനിടയിൽ ആരും വേണ്ട. ഇനിയും എനിക്ക് സങ്കടപ്പെടാൻ വയ്യ. നീ അങ്ങനെ ഒന്നും പറയരുതപ്പൂ. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനൊന്നും മാഷ് അറിഞ്ഞിട്ടില്ലായിരുന്നു. ചിലപ്പോൾ വിധിയായിരിക്കാം നിങ്ങളെ തമ്മിൽ വീണ്ടും കൂട്ടിമുട്ടിച്ചത്. ഞാൻ ഒരിക്കലും മാഷിനെ കുറ്റം പറയില്ല. നിന്നോട് തെറ്റ് ചെയ്തത് നിന്റെ അച്ഛനാണ്. അച്ഛനെ ധിക്കരിച്ച് നീ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ. പക്ഷെ നീയും അത് ചെയ്തില്ല. നീ അങ്ങനെ ചെയ്തെങ്കിൽ പോലും മാഷ് അത് സമ്മതിക്കുമായിരുന്നില്ല. കുട്ടികൾക്ക് അറിവ് പകരേണ്ട അധ്യാപകൻ തന്നെ അവർക്ക് തെറ്റായ മാതൃക കാട്ടിക്കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് വിധി നേരത്തെ തീരുമാനിച്ചിരിക്കണം. നമ്മൾക്കതൊന്നും അറിയാൻ കഴിയില്ലല്ലോ മോളെ. അതുകൊണ്ട് നീ കഴിഞ്ഞതൊക്കെ മറക്കണം. സിമി വല്ലാതെ അപ്പുവിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കുഞ്ഞാപ്പുവിനെ കണ്ടപ്പോൾ തന്നെ മാഷിന് തോന്നിയ അടുപ്പം, അതുമാത്രം മതി നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം മനസ്സിലാക്കാൻ. ഇന്ന് വരെ കുഞ്ഞാപ്പു അന്യൊരാളിന് വേണ്ടി ഇങ്ങനെ ശാഠ്യം പിടിച്ചിട്ടുണ്ടോ? നിന്റെ മകൻ അവനൊരച്ഛൻ്റെ സ്നേഹം അനുഭവിച്ച് വളരണ്ടേ അപ്പൂ? അതോ അവൻ അമ്മ മാത്രം മതിയെന്നാണോ നിന്റെ വിചാരം? കുഞ്ഞാപ്പുവിന് വേണ്ടിയെങ്കിലും അപ്പു 2 കൈകൾ കൊണ്ടും ചെവി അമർത്തിപ്പിടിച്ചു. ഇനി എനിക്കൊന്നും കേൾക്കാൻ കഴിയില്ല എന്ന ഭാവത്തിൽ. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് ആരും വേണ്ട. സിമി പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. വിഷ്ണുവേട്ടൻ്റെ ഈ ഇരിപ്പ് കാണുമ്പോൾ എനിക്കും അമ്മയ്ക്കും വല്ലാത്ത സങ്കടമുണ്ട്. വിഷ്ണുവിൻ്റെ ഇരിപ്പ് കണ്ടുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. മനഃപൂർവ്വം ഇരിക്കുന്നത് അല്ല ലക്ഷ്മി, അവൻ്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയില്ല. നെഞ്ച് തകർന്നിരിക്കുകയാണ് എൻ്റെ നന്ദൻ. പ്രാണൻ പകുത്തു കൊടുത്ത് സ്നേഹിച്ച പെണ്ണിനെ വേണ്ടെന്ന് വെച്ച് അവളുടെ അച്ഛൻ സ്വപ്നം കണ്ട ജീവിതം അവൾക്കുണ്ടാകട്ടെ എന്ന് കരുതിയവനാണ്. അതിനുവേണ്ടി മാത്രമാണ് അവൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയത്. എന്നിട്ട് എന്തായി? ഇന്നലെ 2 പേരും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അപ്പുവിൻ്റെ തകർച്ച കണ്ടു എൻ്റെ നന്ദൻ. ഇത്രയും പറയുമ്പോഴേക്കും വിഷ്ണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എല്ലാവരും അവൻ ത്യാഗി എന്ന് പറഞ്ഞ് കളിയാക്കും. പക്ഷേ ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കിയ അച്ഛൻ, അയാളുടെ കടപ്പാടുകൾക്കിടയിലും അവനൊരു ത്യാഗിയാകേണ്ടി വന്നു. അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് അവളുടെ അച്ഛനും നന്ദനും ഒന്നും നേരത്തെ കണക്കുകൂട്ടിയില്ലല്ലോ. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ആകെ കൈവിട്ട അവസ്ഥയിലാണിപ്പോൾ നന്ദൻ. സ്കൂളിൽ നേരെ ക്ലാസ് എടുക്കുന്നതിന് പോലും അവന് സാധിക്കുന്നില്ല. തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് എൻ്റെ നന്ദൻ വഴുതി വീണുകൊണ്ടിരിക്കുന്നു. ഇനി എന്ത് കാരണം കൊണ്ടും അപ്പുവിനെ അവൻ കൈവെടിയില്ല, അവളുടെ സമ്മതമില്ലെങ്കിൽ പോലും. ഭാർഗവൻ ഗേറ്റ് കടന്നകത്തേക്ക് വരുന്നത് കണ്ട് വിഷ്ണു എഴുന്നേറ്റ് നിന്നു. എന്താ അച്ഛാ, രാവിലെ തന്നെ? നന്ദൻ അവിടെ ഇല്ലേ? വല്ലാത്തൊരു വെപ്രാളമുണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ വാക്കുകളിൽ. അവൻ രാവിലെ തന്നെ ബൈക്കുമെടുത്ത് പുറത്തേക്ക് പോയി വിഷ്ണു. ഇന്നലെ മുഴുവനും മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. ആ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് ഒരേ വാശിയിലായിരുന്നു. അവനെ ഒന്നിനും ഉപദേശിക്കേണ്ട അവസ്ഥ ഇന്ന് വരെ വന്നിട്ടില്ല. അവൻ്റെ പ്രണയം അവൻ ആദ്യം പറഞ്ഞത് തന്നെ എന്നോടാണ്. പക്ഷെ അവൻ്റെ ഇഷ്ടം നടത്തിക്കൊടുക്കാൻ എനിക്കന്ന് കഴിഞ്ഞില്ല. അവൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും ആ കുട്ടിയുടെ ജീവിതത്തിൽ പോലും ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് വിഷ്ണു, അവനോട് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് സംസാരിക്കണം. അവൻ്റെ ജീവിതം സെറ്റിൽഡ് ആകട്ടെ. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അപ്പുവിനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് അവൻ മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ?
പിന്നെ ഉള്ള കാലം മുഴുവനും അവനിങ്ങനെ ഒറ്റയ്ക്ക് കഴിയുവാനാണോ? അവർ തമ്മിൽ ഒന്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പു അതിന് സമ്മതിക്കുമെന്നും. അതുകൊണ്ട് ഇതിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനമെടുത്തേ മതിയാകൂ. ഭാർഗവൻ ഉറപ്പിച്ച് പറയുമ്പോൾ വിഷ്ണു ആകെ ധർമ്മസങ്കടത്തിലായി. എനിക്ക് അവനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ സംസാരിക്കണം. ഭാർഗവൻ വിഷ്ണുവിനോട് ശട്ടം കെട്ടി. സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. എങ്കിലും അച്ഛൻ പറഞ്ഞതിന് വേണ്ടി ഞാൻ അവനോട് സംസാരിക്കാം. അവൻ്റെ അമ്മയുടെ കണ്ണുനീര് ഇനി എനിക്ക് കാണാൻ വയ്യ. അപ്പുവിനെ ജീവിതത്തിലേക്ക് അവൻ കൂട്ടുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. അവളും കുഞ്ഞും ഞങ്ങൾക്കൊരിക്കലും ഒരു ഭാരമാവില്ല. അവർ 3 പേരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി. അവൻ അത്രമാത്രം അവളെ സ്നേഹിക്കുന്നു, അതും അറിയാം. ഇപ്പോഴും അവൻ്റെ മനസ്സിൽ അവൾ മാത്രമാണ്. പക്ഷെ അവൾക്കിപ്പോൾ അവനെ അംഗീകരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല മോനെ. ഇനിയും ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നങ്ങൾക്കിടയാകും. അതുകൊണ്ട് നന്ദനോട് സംസാരിച്ചിട്ട് ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് അറിയിക്കണം. വല്ലാത്ത സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് ഭാർഗവൻ അവിടെ നിന്ന് ഇറങ്ങി. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നന്ദനോട് വിഷ്ണു പറയുമ്പോൾ നന്ദൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപ്പുവിനെ മറന്നൊരു ജീവിതം ഒരിക്കലും ഇനി ഉണ്ടാവില്ല. അവളെ ഈ സങ്കടാവസ്ഥയിലാക്കിയിട്ട് ഞാനൊരു മറ്റൊരു വിവാഹം കഴിക്കാനോ? നിനക്കിത് എന്നോട് എങ്ങനെ പറയാൻ തോന്നി വിഷ്ണു? എല്ലാം അറിയാവുന്ന നീ തന്നെ. എടാ, അച്ഛൻ അങ്ങനെയല്ലേ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ ചേരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവൾ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാൻ അപ്പുവിനെ ഒന്ന് കാണട്ടെ. എനിക്ക് അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. അതിനുള്ള വഴി നീ എനിക്ക് ഉണ്ടാക്കി തരണം. പറയുമ്പോൾ വല്ലാത്ത ശാഠ്യമായിരുന്നു നന്ദൻ്റെ വാക്കുകളിൽ. ഇടാ, അവൾ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാൻ അവളുടെ ഏട്ടൻ അനീഷിനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. വിഷ്ണു അതും പറഞ്ഞുകൊണ്ട് ബൈക്കുമെടുത്ത് നേരെ മാർജിൻ ഫ്രീയിലേക്ക് പോയി. വിഷ്ണു ചെല്ലുമ്പോൾ മാർജിൻ ഫ്രീയിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. അനീഷ് ക്യാഷിൽ തന്നെ ഉണ്ടായിരുന്നു. വിഷ്ണുവിനെ കണ്ട ഉടനെ തന്നെ ചിരിച്ച മുഖവുമായി അനീഷ് എഴുന്നേറ്റ് വന്നു. എനിക്കൊരല്പം സംസാരിക്കാനുണ്ട് അനീഷ്, നമുക്കൊന്ന് മാറി നിൽക്കാം. വിഷ്ണു അതും പറഞ്ഞുകൊണ്ട് മാർജിൻ ഫ്രീയിൽ നിന്നും പുറത്തേക്കിറങ്ങി. പിന്നാലെ അനീഷും ചെന്നു. അനീഷ്, എനിക്ക് നിന്നോട് പറയാനുള്ളത് അപ്പുവിനെക്കുറിച്ചാണ്. നന്ദൻ കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് അറിഞ്ഞത്. ഇത്രയും നാളും അവൻ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഇരുന്നു. കാരണം അവൻ്റെ മനസ്സിൽ അന്നും ഇന്നും അപ്പു മാത്രമാണ്. ഈ ജന്മം അവനൊരു വിവാഹം പോലും വേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു. പക്ഷേ അപ്പുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ ആകെ തകർന്നിരിക്കുകയാണ്. അപ്പുവിൻ്റെ ഈ അവസ്ഥയിൽ നിന്നും അവൾക്കും ഒരു മാറ്റം വേണ്ടേ, ഒരു ജീവിതം വേണ്ടേ? അതുകൊണ്ട് അവർ തമ്മിൽ ഒന്നിച്ചാൽ നന്നായിരിക്കില്ലേ? വളരെ വിഷമപ്പെട്ടാണ് വിഷ്ണു അനീഷിനോട് അത് പറഞ്ഞത്. നന്ദൻ അപ്പുവിനോട് ഒന്ന് തനിച്ച് സംസാരിക്കണം. അതിനുള്ള ഒരു അവസരം അനീഷ് ഉണ്ടാക്കി കൊടുക്കണം. അവർ തമ്മിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കട്ടെ. പരസ്പരം പറഞ്ഞു തീർക്കാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കട്ടെ. എന്നിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിയട്ടെ 2 പേർക്കും. അനീഷ് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം എന്നെ അറിയിക്കുമോ? അനീഷിൻ്റെ മറുപടി കിട്ടിയിട്ട് വേണം എനിക്കത് നന്ദനെ അറിയിക്കാൻ. ഞാൻ അപ്പുവിനോട് ഒന്ന് സംസാരിച്ചതിന് ശേഷം വിവരം അറിയിക്കാം മാഷേ. അവളെ ഒന്നിനും ഇപ്പോൾ എനിക്ക് നിർബന്ധിക്കാനാവില്ല, അറിയാമല്ലോ. അനീഷ് അവൻ്റെ ഭാഗം വെളിവാക്കി. തുടരും രുദ്രപ്രിയ. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ കൂട്ടുകാരെ.